നമസ്കാരം. ഓലയ്ക്ക് ഇനി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഓലയുടെ വിൽപ്പന വലിയ രീതിയിൽ ഇടിഞ്ഞു നിൽക്കുന്നതിന്റെ പുറമെ ഇത്തവണയും 50% വലിയൊരു ഇടിവാണ് ഓല നേരിട്ടിരിക്കുന്നത്. അതുകൂടാതെ ഒന്നാം സ്ഥാനത്തിലും ഇത്തവണ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 2025 നവംബർ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,16,849 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് നവംബർ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 18% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ സെയിൽസ്, അതായത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 8ാം സ്ഥാനത്തുണ്ടായിരുന്ന പ്യൂർ EV ആണ് നവംബർ മാസത്തെ വിൽപ്പനയിൽ 2 പടി താഴേക്ക് ഇറങ്ങി 10ാം സ്ഥാനത്തുള്ളത്. ഒക്ടോബർ മാസത്തിൽ 1706 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യൂർ EVക്ക് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1071 വാഹനങ്ങൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 37% വലിയൊരു ഇടിവാണ് പ്യൂർ EV നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 147% മികച്ച വളർച്ച കൈവരിക്കാൻ പ്യൂർ EVക്ക് സാധിച്ചിട്ടുണ്ട്. 1%ലും ലേശം താഴെയാണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ. കൈനറ്റിക് ഗ്രീൻ ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 10ാം സ്ഥാനത്തായിരുന്നു. ഒക്ടോബർ മാസത്തിൽ 1458 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1340 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 22% വളർച്ച കൈവരിക്കാൻ കൈനറ്റിക് ഗ്രീന് സാധിച്ചിട്ടുണ്ട്. 1.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന റിവർ ഇന്ത്യ ഒരു പടി മുകളിലേക്ക് കയറി ഇത്തവണത്തെ വിൽപ്പനയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ഒക്ടോബർ മാസത്തിൽ 1601 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1797 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 12% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 648% വളരെ മികച്ച വളർച്ചയാണ് റിവർ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. 2026 റിവറും യമഹയും ചേർന്ന് EC06 എന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഈയിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ റിവറിന് ഷോറൂമുകൾ വളരെ കുറവാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ EC06 ഇറങ്ങുന്നതോടുകൂടി യമഹയുടെ ഷോറൂമുകളിലും ഇവരുടെ വണ്ടികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മുൻനിരയിൽ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് അടുത്ത വർഷം ഒരുപക്ഷെ നമുക്ക് റിവർ ഇന്ത്യയും കാണാൻ സാധിച്ചേക്കാം. 1.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബിഗോസ് ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒക്ടോബർ മാസത്തിൽ 2932 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2566 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 12% ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 36% വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. 2.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഗ്രീവ്സ് മൊബിലിറ്റിയാണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒക്ടോബർ മാസത്തിൽ 7629 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 5763 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 24% വലിയൊരു ഇടിവാണ് നേരിട്ടിരിക്കുന്നതെങ്കിലും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 28% മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സ് മൊബിലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഞാൻ ഈയിടെ ഓലയുടെ സർവീസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സർവീസ് മെച്ചപ്പെടാനുള്ള ഓലയുടെ പുതിയ ഐഡിയയെ കുറിച്ച്. ഇന്ത്യയിലുള്ള 2 വീലർ ടെക്നീഷ്യൻസിന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓലയുടെ സർട്ടിഫൈഡ് ട്രെയിനിങ് നൽകി ഇന്ത്യയിൽ മൊത്തം ഓലയുടെ എല്ലാ വണ്ടികൾക്കും സർവീസ് നൽകുന്ന ഒരു ഐഡിയ. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. അതുമാത്രമല്ല, അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ നമ്മൾ മാസങ്ങൾ കാത്തിരിക്കേണ്ടിയും വരും. എന്തായാലും നിലവിലെ ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓലയുടേത് വൻ വീഴ്ചയാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു കാലത്ത് 50%ഓളം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഓലയുടെ നവംബർ മാസത്തെ മാർക്കറ്റ് ഷെയർ ചുരുങ്ങിയ കാലം കൊണ്ടാണ് വെറും 7.2% അതുമാത്രമല്ല, നവംബർ മാസത്തെ വിൽപ്പന കുത്തനെ താഴോട്ടുമാണ് പോയിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ 16,034 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 8400 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 47% വലിയൊരു ഇടിവാണ് ഓല നേരിട്ടിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 71% വളരെ വലിയൊരു ഇടിവാണ് ഓല നേരിട്ടിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വണ്ടികൾ ലോൺ എടുത്ത് വാങ്ങിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായ സർവീസ് നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ഓലയുടെ മാത്രമല്ല എല്ലാ കമ്പനികളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും.
നിങ്ങളെ എടുത്ത് മുകളിൽ കയറ്റി വെച്ചവരാരാണോ അവര് തന്നെ നിങ്ങളെ എടുത്ത് താഴെയിടും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഓലയുടെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കൃത്യമായ സർവീസ് നൽകാൻ സാധിച്ചാൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനെങ്കിലും സാധിച്ചേക്കാം. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്കുള്ള ഓലയുടെ ഏറ്റവും മോശം സെയിൽസ് പെർഫോമൻസ് ആണിത്. ഹീറോ മോട്ടോകോർപ്പ് വിടയാണ് ഒരു പടി മുകളിലേക്ക് കയറി നവംബർ മാസത്തെ വിൽപ്പനയിൽ 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 5ാം സ്ഥാനത്തായിരുന്നു. ഒക്ടോബർ മാസത്തിൽ 15,934 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 12,199 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 23% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 65% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 10.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏത്തർ എനർജിയാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒക്ടോബർ മാസത്തിൽ 28,061 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 20,323 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 27% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 56% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. 17.4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. നമുക്കറിയാം 1ഉം 2ഉം സ്ഥാനക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വിൽപ്പനയുടെ കാര്യത്തിൽ മികച്ച പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് TVS iQube ആണ്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ബജാജ് ചേതക്കാണ് നവംബർ മാസത്തെ വിൽപ്പനയിൽ 2ാം സ്ഥാനത്തുള്ളത്. ഒക്ടോബർ മാസത്തിൽ 31,168 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 25,526 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 18% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 3% ഇടിവാണ് കാണിച്ചിരിക്കുന്നത്. 21.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS iQube ആണ് 1ാം സ്ഥാനത്തുള്ളത്. ഒക്ടോബർ മാസത്തിൽ 29,484 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQubeന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 30,309 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 2.7% വളർച്ച കൈവരിക്കാൻ TVS iQubeന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 10% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ. സിമ്പിൾ വൺ, ഓപ്പൺ റോർ, റിവോൾട്ട്, അൾട്രാവയലറ്റ്, മാറ്റർ എനർജി ഇവരുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഒക്ടോബർ മാസത്തിൽ 973 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ വണ്ണിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 706 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 26% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതായത് മോട്ടോർ സൈക്കിൾസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്നേ വരെ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് റിവോൾട്ട് മോട്ടോഴ്സ് മാത്രമാണ്. നിലവിൽ അവർ ടോപ്പ് 10 ലിസ്റ്റിലുമില്ല. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിന് സ്വീകാര്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പല കമ്പനികളും അത് നിർമ്മിക്കാത്തതും. കാരണം സ്കൂട്ടേഴ്സിനെ പോലെ സിറ്റി റൈഡിന് മാത്രമല്ല മോട്ടോർ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അല്ലേ? ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ മോട്ടോർ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോഴാണ് റേഞ്ച് പ്രശ്നമാവുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. നമ്മുടെ പബ്ലിക് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും ഒരുപാട് വളരാനുണ്ട്. ഓക്കെ, എനിവേ, ഒക്ടോബർ മാസത്തിൽ 1343 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1046 ബൈക്കുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 22% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ റോർ ഒക്ടോബർ മാസത്തിൽ 353 ബൈക്കുകളാണ് വിൽപ്പന നടത്തിയത്. അതേ സ്ഥാനത്ത് നവംബറിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് 219 ബൈക്കുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 38% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ഒക്ടോബർ മാസത്തിൽ 77 ബൈക്കുകൾ മാത്രം വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് നവംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 208 ബൈക്കുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 170% വളരെ മികച്ച വളർച്ചയാണ് അൾട്രാ വയലറ്റ് കൈവരിച്ചിരിക്കുന്നത്. 123 ബൈക്കുകളാണ് ഒക്ടോബർ മാസത്തിൽ മാറ്റർ വിൽപ്പന നടത്തിയത്. അതേ സ്ഥാനത്ത് നവംബർ മാസത്തിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് വെറും 66 ബൈക്കുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 46% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലെ സെയിൽസ് ഡാറ്റാസ് മുഴുവൻ എടുത്തിരിക്കുന്നത് വാഹൻ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഇവർ ഈ ഡാറ്റ എല്ലാ മാസ ആദ്യവും പുറത്തു വിട്ടതിന് ശേഷം ഒരാഴ്ചയോളം ഡാറ്റയിൽ ചെറിയ അപ്ഡേറ്റ്സ് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസിന്റെ നമ്പറിൽ വളരെ ചെറിയ മാറ്റം കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.